നമുക്കൊരു മുട്ട ഗെയിമിലേക്ക് പോയാലോ? മുട്ട ഓംലേറ്റ്, മുട്ട ബുൾസൈ ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു മുട്ട നിങ്ങളുടെ മുന്നിൽ വെച്ച് തരും. എന്നിട്ട് നമ്മളൊരു ബോർഡ് തരും. എന്നിട്ട് ആ ബോർഡ് വെച്ചിട്ട് നിങ്ങൾ ആ മുട്ട ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു ഗോൾ പോസ്റ്റിലേക്ക് നിങ്ങൾ അടിച്ച് മുട്ടനിടണം. അതാണ് പൊട്ടരുത്, മുട്ട പൊട്ടരുത്. മുട്ട ഗെയിമിലെ പ്രതീക്ഷ ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ നിരഞ്ജന്റെ പ്രതീക്ഷ തകർക്കാത്ത ഒരു ഗെയിം ആവണേ എന്ന് ഞങ്ങൾ രണ്ടുപേരും ആശംസിക്കുന്നു. റെഡി? അപ്പോൾ നമ്മുടെ മുട്ട ഗെയിമിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ റെഡിയായി. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ബോർഡിന് പകരം ഈ എയർ പമ്പ് തരാം. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടി ഈസി. ഇത് മുട്ടയാണ്. നമ്മൾ 2 വലിയ ഗോൾ പോസ്റ്റുകൾ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഫുട്ബോൾ കൊണ്ടല്ല നമ്മൾ കളിക്കാൻ പോകുന്നത് മുട്ട കൊണ്ടാണ്. മുട്ട. അപ്പൊ മുട്ട പൊട്ടിക്കരുത്. മനസ്സിലായല്ലോ? 1 minute ആണ് ടൈം. നീങ്ങോ നോക്കാം. പ്ലേസ് ചെയ്യാൻ പോവാണ്. അൻസിബ ദാ ഇത് വെച്ചിട്ടാണ് മുട്ട ബോളിലേക്ക് തട്ടിക്കേറ്റേണ്ടത്. നീങ്ങും അല്ലേ? നീങ്ങല്ലേ? അതെ, ഇവിടെ നീങ്ങല്ലേതാണ്. മ്യൂസിക്. ശക്തി ഉപയോഗിക്കൂ. അൻസിബ് ഇത് ടൊമാറ്റോ സോസിന്റെ ബോട്ടിലാണ്. മനുഷ്യ ഇവിടെ തീ നിൽക്കുമ്പോ കളിയാക്കല്ലേ? അതന്നെ പോട്ടെ. വെരി ഗുഡ്. 1 minute കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് തന്നെ അൻസിബ വളരെ ഭംഗിയായിട്ട് മുട്ട ഗോൾ പോസ്റ്റിൽ കയറ്റിയിരിക്കുകയാണ്. നിരഞ്ജന്റെ ചങ്ക് തകർന്നിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണ്ടായിരുന്നു. അൻസിബയാണെങ്കിൽ വേറെ എന്തൊക്കെയോ കോലിടുന്ന പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവും. അപ്പൊ അൻസിബ 31 സെക്കൻഡ്സ് ആണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളൂ. നിരഞ്ജ് ചെയ്യേണ്ടത് അതിനേക്കാളും കുറവ് സെക്കൻഡ്സിൽ ഇത് മുട്ട അടിച്ച് അകത്ത് കയറ്റണം. എന്നാലേ ജയിക്കുള്ളൂ കേട്ടോ. മ്യൂസിക്. Yes. കറങ്ങി കളിക്കുന്നേ കളി എന്നോട് വേണ്ട. ഞാൻ മോശക്കാരനൊക്കെ മോശക്കാരൻ. മുട്ടയ്ക്ക് നിരഞ്ജന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അടുത്തേക്ക് വരിക. കുറച്ചും കൂടി ഒരു ശക്തി കൊടുത്താൽ അതൊക്കെ. ഇത് എന്തായാലും നമ്മള് അൻസിബ തോറ്റു എന്ന് തന്നെ ഞാൻ പറയും. കാരണം വെറും 19 സെക്കൻഡ് എടുത്തുള്ളൂ. ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലേ നിങ്ങളുടെ ടൈമിൽ തമ്മിൽ? ഭയങ്കര അജഗജാന്തരം വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് ഈ ഗെയിമിൽ തോറ്റിരിക്കുന്നത് അൻസിബ. അപ്പോ നമുക്ക് നമ്മുടെ ആ കാത്തിരുന്ന നിമിഷം വരാൻ നമ്മുടെ ഭാഗ്യം. നിരഞ്ജ് ജയിച്ചതിന്റെ ഞങ്ങളുടെ സ്നേഹ സമ്മാനമായിട്ട് ഞാൻ നൽകുന്നത് മിഠായിയാണ്. മുട്ട കൊണ്ട് കളിച്ച് ജയിച്ചുകൊണ്ട് നമ്മളൊരു ബോള് മിഠായി സമ്മാനമായിട്ട് കൊടുത്തിരിക്കുക. അപ്പൊ അൻസിബയ്ക്കുള്ള നമ്മുടെ പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അച്ചപ്പം നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ പോണം. അച്ചപ്പത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഈ കുട്ടി അൻസിബ. അപ്പം നല്ലൊരു അച്ചപ്പം എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കും, അത് ആൾക്കാർ വാങ്ങിക്കണം. ഈ അച്ചപ്പം അവരെ വാങ്ങിച്ച് കഴിക്കണം. എന്നും അവരുടെ വീട്ടിലെ 4 മണി പലഹാരം ഈ അച്ചപ്പം ആയിരിക്കണം. അച്ചപ്പത്തിന്റെ പേര് അൻസിബ അച്ചപ്പം. ഓക്കെ, അപ്പൊ ഈ അൻസിബ അച്ചപ്പം എങ്ങനെ ബ്രാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണണ്ടേ. അപ്പൊ റെഡി അല്ലേ? ഓക്കെ, അപ്പൊ അൻസിബയുടെ അച്ചപ്പം പ്രോപ്പർട്ടി വരട്ടെ. ഇതാണ് അൻസിബ അച്ചപ്പം. ഒട്ടിക്കരുത്, നല്ല അസലായിട്ട് നമ്മളെ വാങ്ങിപ്പിക്കാൻ പ്രേരിപ്പിക്കണം. അച്ചപ്പത്തിന്റെ പേര് മാറ്റിക്കോട്ടെ. അൻസിബ മാറ്റി അനൂസ് അച്ചപ്പം നോക്കാം. എന്റെ വീട്ടിൽ അനു എന്ന് വിളിക്കാം. അനൂസ് അച്ചപ്പം. ഓക്കെ, അനൂസ് അച്ചപ്പം ആയിക്കോട്ടെ. എന്നിട്ട് അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അത് കഴിച്ചാൽ എങ്ങനെയാണ്, എല്ലാം പറയാം. എല്ലാം വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. റെഡി? അപ്പോ മ്യൂസിക്. ഹായ് എവ്രിവൺ, ഇതാണ് പുതിയ അനൂസ് അച്ചപ്പം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതായിരിക്കും. പ്രത്യേകിച്ച് പെണ്ണ് കാണാൻ പോകുന്ന ചെറുക്കന്മാർക്ക് ഈ അച്ചപ്പം കഴിച്ച് നല്ല പരിചയമായിരിക്കും അല്ലേ? ഈ അച്ചപ്പം കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ കറുമുറാന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല ഉഗ്രൻ അച്ചപ്പമാണ്. ഭയങ്കരം തന്നെ. നല്ല ടേസ്റ്റി അച്ചപ്പാണ്. പിന്നെ ക്വാറന്റൈൻ ടൈമിൽ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ. വെളിച്ചെണ്ണയിലാണോ അതെയോ എന്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് കേരളത്തിൽ നിന്ന് എടുക്കുന്ന തേങ്ങ എന്നുള്ള വെളിച്ചെണ്ണ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇത് ശുദ്ധമായ കേരള
അച്ചപ്പമാണ്. കേരള അച്ചപ്പം. അതെ, കേരള തനിമയുള്ള അച്ചപ്പം. കേരള തനിമയുള്ള അച്ചപ്പം. കേരള തനിമയുള്ള അച്ചപ്പമാണ്. കേരളത്തിലെ മാത്രം. മധുരം എങ്ങനെയാണ്? ഇതിന്റെ മധുരം എങ്ങനെയാണ്? മധുരമൊക്കെ നല്ല ഒരു മൈൽഡ് ആയിട്ടുള്ള മധുരമാണ്. അങ്ങനെ ഒത്തിരി മധുരം കൂടുതലല്ല, മധുരം കുറവുമല്ല. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? നല്ല ടേസ്റ്റ് ഉള്ള മധുരം. ചായക്ക് മധുരം ഇട്ട് കുടിക്കുമ്പോ ഇത് കഴിക്കണോ മധുരം ഇടാത്ത ചായ? ഷുഗർ പേഷ്യൻസിന് വരെ കഴിക്കാൻ പറ്റുന്ന ഷുഗർ പേഷ്യൻസിന് ഷുഗർ ഫ്രീ ഷുഗർ ആണ് ഇട്ടിരിക്കും. ഷുഗർ ഫ്രീ പ്യോർ വെജിറ്റേറിയൻ അച്ചപ്പം. എല്ലാരും കഴിക്കൂ, ഹെൽത്തി ആയിരിക്കൂ. അപ്പോൾ അനൂസ് അച്ചപ്പം നിങ്ങൾ എല്ലാവരും വാങ്ങിച്ച് കഴിക്കണം. ഒരുപാട് നല്ല ഗുണമേന്മയുള്ള കേരള തനിമയുള്ള അച്ചപ്പമാണ്. നമുക്ക് ആദ്യത്തെ ഇത് തന്നെ കൊടുത്തോളൂ. നിരഞ്ജ് വീട്ടിൽ പോയി ഇന്നത്തെ ചായക്ക് കഴിക്കട്ടെ. അനൂസ് അച്ചപ്പത്തിന്റെ ഉദ്ഘാടനം നമ്മളിവിടെ നിർവഹിച്ചിരിക്കുകയായിരുന്നു. അടിപൊളി.